നമുക്കിന്ന് കിട്ടിയേക്കുന്ന 2 തരം മീനാണ്. ഇത് ഒന്ന് ചെരികളാണ്, പിന്നെ ഒന്ന് ഇത് ശരിക്കും ഇതിൻ്റെ പേരറിയില്ല, വെട്ടാൻ അങ്ങനെ എന്താണ് പറഞ്ഞത്. കഷ്ണമീനാണ്. അപ്പം ചരികൾ മുറിച്ചാൽ മതി. കഷ്ണമീൻ മുറിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ആദ്യം തന്നെ ഇത് രണ്ടും വെവ്വേറെ ആക്കണം. രണ്ടും ഒരു കവറിലിട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കഷ്ണമീൻ വേറെയും ചരികൾ വേറെ ആക്കിയിട്ട് ചരികൾ മുറിക്കണം. അപ്പോൾ ഇത് നമ്മൾ 2 കൂട്ടരെയും വെവ്വേറെ ആക്കിയിട്ടുണ്ട്. ഇനി ചെരികൾ മുറിക്കണം. കഷ്ണമീൻ മുറിച്ച് കൊണ്ട് വന്നിട്ടുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഇതാണ്ട് വാലിൻ്റെ ഈ പകുതി പീസ് ഇവിടെ കിടക്കും. അതൊന്നും ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാനും കഷ്ണമീൻ മുറിച്ചെടുക്കുന്ന പണിയില്ല. ഇങ്ങനത്തെ ചെറിയ ഈ ചിറകൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം, അല്ല വാല് മുറിച്ചെടുക്കണം. പിന്നെ ചെറുതിൻ്റെയൊക്കെ ചിറക് ഉണ്ടാവും. പിന്നെ ഈ വേസ്റ്റൊക്കെ ഒന്ന് പോക്കിയിട്ട് ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാനുള്ള ഒരു ഇതുള്ളൂ. ഈ ചെരികൾ എന്ന് പറയുന്നത് നമുക്ക് പലതരം മീനുകളാട്ടോ. ഈ ഒരു മീനിന് മാത്രമല്ല ചെരികൾ എന്ന് പറയുന്നത്. ഇതിൽ പല ഇങ്ങനെ ചെറിയ തരം ഉണ്ടാവും, വലിയ തരം ഉണ്ടാവും, അങ്ങനെ 4-5 തരം മീനുകളുണ്ടാവും. അതിനാണ് ഇവിടെ ചെരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മുറിച്ച് കഴുകിയെടുക്കണം. പിന്നെ ഇത് പ്രത്യേകം പറഞ്ഞ് മേടിച്ചതാണ്. ഈ കഷ്ണമീൻ്റെ തലയാണ് കേട്ടോ. ഇത് നമ്മുടെ നായ്ക്കൂട്ടന്മാർക്കുള്ളതാണ് കേട്ടോ. 2 നായ്ക്കൂട്ടന്മാരുണ്ട്, പൊമേറിയൻ സ്വിസ്. അപ്പോൾ അവർക്കുള്ളതാണ്. ഇത് കുറച്ച് അരിയിൽ ഇത് നന്നായി കഴുകിയിട്ട് കുറച്ച് അരിയിലിട്ട് വേവിക്കുകയാണ് ചെയ്യാറുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും സ്വല്പം 2 മണി ഉപ്പും ഇട്ടിട്ട് വേവിച്ച് അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് ഒരു മീനിൻ്റെ തലി ഞങ്ങൾ കളയാറില്ല, അവർക്ക് കൊടുക്കാറാണ് ചെയ്യാറ്. നമ്മളിപ്പോൾ ചെരികൾ മുറിച്ച് തുടങ്ങാനേ. ഇതിൻ്റെ 2 ഭാഗത്തുള്ള ചെതമ്പൽ ആദ്യം തന്നെ നമുക്ക് പൂക്കിയെടുക്കാം. എന്നിട്ട് 2 സൈഡുള്ള ചിറക് മാറ്റിയെടുക്കണം. എന്നിട്ട് വാല് മുറിക്കണം. എന്നിട്ട് തല മുറിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ പോക്കണം. മുറിച്ചിടും. ഇനി ഇതെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. ഇത് തേങ്ങ അരച്ച് വെച്ചാൽ രസം ഉണ്ടാവുക. മുളകും മഞ്ഞളും തേങ്ങയും ഇട്ടിട്ട് അരച്ച് വെക്കണം. എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതേ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനി ഈ ഒരു ചെറിയ മീനും പാടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ 2 അറ്റത്തെ ചിറകാണ് ഇട്ട് എടുക്കേണ്ടത്. പിന്നെ വാല്, പിന്നെ നമുക്ക് തല ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റ് കളയണം. അപ്പം ചെരികൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിചാരിച്ച അത്ര മീനൊന്നുമില്ല, ഇതൊക്കെ സ്വല്പം മീനുള്ളൂ. ഇപ്പോൾ 2 ദിവസത്തേക്ക് പൊരിക്കുന്നതിനും പാടെ ഉള്ളതിനെ കൊണ്ട് 2 ദിവസത്തേക്ക് ആക്കിയെടുക്കാം നമുക്ക്. ഈ മീൻ നമുക്ക് കറി വെച്ചാലോ ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ അരച്ച് കറി വെക്കണം. അപ്പോൾ നമുക്കിത് കഴുകണമെങ്കിൽ സ്വതവേ ഞാൻ മീനൊക്കെ കഴുകുന്നത് അടുക്കളയിൽ തന്നെ കേട്ടോ. വെള്ളം ഞാൻ ചെടിയുടെ ചോട്ടിലൊക്കെ കൊണ്ടുപോയിക്കുകയാണ് ചെയ്യാറുള്ളത്. ചെടികൾക്കൊക്കെ നല്ലതാണ്. അങ്ങനെ മീൻ്റെ വേസ്റ്റ് വെള്ളം ഒഴിക്കുന്ന ചെടികൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് വെള്ളമാണ് വരാറുള്ളത്. അപ്പോൾ ഒന്നര ദിവസം ഇടവിട്ടിട്ടാണ് വരാറുള്ളത്. അപ്പം ടാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ വാൾവ് അങ്ങോട്ട് ഓഫാക്കും. അപ്പോൾ 1:30 വെള്ളം വരേണ്ട ദിവസം ഉണ്ടായിരുന്നേ. പക്ഷേ വാൾവ് ഓഫാക്കിയിട്ട് ഞാനത് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ വെള്ളം കയറിയില്ല. 7 മണിക്ക് വന്നിട്ട് 10 മണിയാകുമ്പോഴേക്ക് വെള്ളം നിൽക്കും. അപ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞ് എനിക്ക് നല്ല ടൗണിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പം പോയി വന്നിട്ടും വെള്ളം നിറയാത്ത കണ്ട് ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് വാൾവ് കൂട്ടിയതാണെന്ന്. അതിനെക്കൊണ്ട് ടാങ്കിലൊക്കെ രാവിലെ ആകുമ്പോഴേക്ക് വെള്ളം കാലി കഴിഞ്ഞ് നാളെ രാവിലെ 7:30 മണിയാവും വെള്ളം വരാൻ. അപ്പോൾ അതുവരെ നമുക്ക് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ മീനൊക്കെ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി കഴുകി കൊണ്ടുവരാൻ പോവുകയാണേ. അപ്പോൾ അതേ മീനൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കഷ്ണമീനൊന്ന് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് കറി വെക്കാനും പൊരിക്കാനൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേസ്റ്റുള്ള ചിറക് പോക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് വയറ് ഇങ്ങനെ നമുക്ക് ചീന്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ നമ്മൾ പുറത്ത് കളയണം കേട്ടോ. അതൊക്കെ വേസ്റ്റാണ്. അതുമാതിരി കുറച്ച് ചിറകുകളൊക്കെ ഉണ്ടാവും. വാലിൻ്റെ ഭാഗം അതിലൊക്കെ ഇങ്ങനെ വയറൊന്ന് ഇതാക്കി കൊടുത്താൽ ഇവിടെ വേസ്റ്റ് കാണും. ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടണം. ഇതൊക്കെ ഇതിൻ്റെ വേസ്റ്റാണ്. ഇങ്ങനെ കാണുന്ന കഷ്ണത്തിനൊന്നും അങ്ങനെ വേസ്റ്റ് ഉണ്ടാവില്ല, പോക്കാനൊന്നും. ഇങ്ങനെയുള്ളതിനൊക്കെയാണ് വേസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ ഒന്ന് പോക്കി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ വാൽഭാഗത്ത്
ഭാഗത്തുള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പൊരിച്ചതാകുമ്പോൾ കാണുമ്പോൾ എന്തോ പോലെ തിന്നാൻ തോന്നും, പക്ഷെ കഴിക്കാൻ തോന്നില്ല. അത് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ വേസ്റ്റൊക്കെ പോക്കിയിട്ടുണ്ട്. ചിലത് വയറ് കീറാതെ ഞാൻ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോൾ അതേ കഷ്ണമീനും ഞാൻ അതിൻ്റെ വാലൊക്കെ പോക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിയും വെക്കാം, പൊരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം മീൻ മുറിക്കലും കഴുകലൊക്കെ കഴിഞ്ഞ്